ഹായ് ഗൈസ്, collegemunchi.com പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് മൈക്രോബയോളജി, മൈക്രോബയോളജിന്റെ കരിയർ പാത്ത് എന്താണ്, മൈക്രോബയോളജിക്ക് പറ്റി കോളേജസ് ഏതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയണം എന്താണ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്നാൽ മൈക്രോ ഓർഗാനിസത്തെ പറ്റി പഠിക്കുന്ന ഒരു പഠനമാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസം എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ഉൾപ്പെടെ അവ ബാധിക്കുന്നത്, ഇല്ലെങ്കിൽ പാരാസൈറ്റ്, ഫംഗി, വൈറസസ് ഒക്കെ എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയിൽ കയറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ BSc മൈക്രോബയോളജി എടുത്തിരിക്കണം. ഇതിൽ 3 വർഷത്തെ കോഴ്സാണ്, 6 സെമിസ്റ്റർ ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് BSc മൈക്രോബയോളജി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ഗ്രേഡിൽ മാൻഡേറ്ററി ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും. മിക്ക കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു കോഴ്സിന് എൻട്രൻസ് എക്സാം വരുന്നില്ല. പക്ഷെ അവർ നിങ്ങളുടെ മാൻഡേറ്ററി ആയിട്ട് പ്ലസ് 2 ഗ്രേഡിന്റെ റിസൾട്ട് അവർ നോക്കുന്നുണ്ട്. നിങ്ങളിപ്പോ മൈക്രോബയോളജി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മെയിൻ കരിയർ പാത്താണ് നിങ്ങൾക്ക് മുന്നുള്ളത്. ഒന്ന് ടീച്ചിങ്ങും ഒന്ന് ഫീൽഡ് ഓഫ് റിസർച്ചിങ്ങുമാണ്. ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്തിരിക്കണം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് റിസർച്ച് ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞും മാസ്റ്റേഴ്സും കഴിഞ്ഞ് PhD നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നും അല്ല ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് വേറെയാണ് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫുഡ് മൈക്രോബയോളജിസ്റ്റ് ആവാം, മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആവാം, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിസ്റ്റ് ആവാം, എൻവയോൺമെന്റൽ മൈക്രോബയോളജിസ്റ്റും ആവാം. ഇപ്പൊ നിങ്ങൾ ഇതിൽ ഏതൊരു കരിയർ എടുത്താലും നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ കുറെ റിസർച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ നിങ്ങളിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ BSc മൈക്രോബയോളജി കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക. നിങ്ങൾക്ക് കൂടുതൽ കരിയർ പാത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സും കൂടി കഴിഞ്ഞാലാണ് കൂടുതൽ കരിയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുള്ളൂ. സോ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പൊ BSc കഴിഞ്ഞ് നിങ്ങളിപ്പോ പോവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. ഇപ്പൊ മാസ്റ്റേഴ്സ് എടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇനി അടുത്തതാണ് വാട്ട് ആഫ്റ്റർ മൈക്രോബയോളജി. നമുക്ക് മൈക്രോബയോളജിക്ക് ശേഷം എന്തൊക്കെയാണ്? മൈക്രോബിയൽ ജനറ്റിക് വരുന്നുണ്ട്, ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഇൻ മൈക്രോബയോളജി, അപ്ലൈഡ് മൈക്രോബയോളജി, മെഡിക്കൽ മൈക്രോബയോളജി. ഈ ഒരു കോഴ്സാണ് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ് എടുക്കാവുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ BSc മൈക്രോബയോളജി എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് MSc മൈക്രോബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് BSc സുവോളജി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആയിട്ട് MSc മൈക്രോബയോളജി പഠിക്കാവുന്നതാണ്. സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ഫീ ഒക്കെ ഉണ്ടാവുക. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അധികം കോളേജസ് ഒന്നും വരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ ലാബ് ഫെസിലിറ്റീസ് വളരെ കുറവായിരിക്കും. പിന്നെ ഒന്ന് മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ആയിരിക്കും, അതും വളരെ കുറവാണ്. നിങ്ങൾ കർണാടക, ബാംഗ്ലൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കോളേജസിലും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റും പിന്നെ ലാബ് ഫെസിലിറ്റീസും ഉള്ള കോളേജസ് ആണ് ഇവിടെ ഉള്ളത്, പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ കുറച്ച് കോളേജസ് പരിചയപ്പെടുത്തി തരാം. ക്രിസ്റ്റു ജയന്തി, ജെയിൻ, ഓക്സ്ഫോർഡ്, കൃപാനിധി, ദയാനന്ദ സാഗർ, സെയിന്റ് ജോസഫ്സ് യൂണിവേഴ്സിറ്റി, ശ്രീനിവാസ്, രാമയ്യ, യനപ്പോയ, ആചാര്യ. ഈ പറഞ്ഞ കോളേജസിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല ലാബ് ഫെസിലിറ്റിയും പ്ലേസ്മെന്റോട് കൂടിയുള്ള കോളേജസ് ആണ്. സോ ഒരു ഓപ്ഷൻ ആണ്, നിങ്ങൾ ഇതിൽ ഏത് ഓപ്റ്റ് ചെയ്താലും നല്ലൊരു പ്ലേസ്മെന്റും ലാബ് ഫെസിലിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം. നിങ്ങൾക്ക് ഇനി ജോലി സാധ്യത ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ കിട്ടാം, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടാം, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസിൽ കിട്ടാം, ഗവൺമെന്റ് ഏജൻസീസിൽ കിട്ടാം, ഫുഡ് ആൻഡ് ബീവറേജസ് പ്രൊഡക്ഷൻ, കോസ്മെറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ കൺസൾട്ടിങ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആവറേജ് പാക്കേജ് വരുന്നത് 6 LP ആണ്. ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 10 to 14 LP ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് എലിജിബിലിറ്റി എന്ന് നോക്കുമ്പോൾ +1 +2 എന്തായാലും 50% മാർക്ക് നിങ്ങൾക്ക് എന്തായാലും വേണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മൈക്രോബയോളജിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോളേജിലൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കണ്ടേ എന്ന് അറിയില്ലെങ്കിലോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.